ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഫറോക്ക് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ കുറേ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു മെഷീൻ കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുത്തു. കാരണം അത്രയും വലിയൊരു ഏരിയ ഈ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന മെഷീൻ കൊണ്ട് അവരിങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. എന്തായാലും രസം അതിങ്ങനെ കണ്ടു നിൽക്കുക. അത് ടെക്നോളജിയുടെ ഒരു പുരോഗതി. അത്രയും വലിയൊരു ഏരിയ ആണ്. ഇങ്ങനത്തെ ഒരുപാട് മെഷീനുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ആ മെഷീൻ കൊണ്ട് വളരെ പെട്ടെന്ന് അത് തന്നെ വളരെ ഫിനിഷിംഗ് ആയിട്ടാണ് ആ വർക്ക് ചെയ്യുന്നത്. എന്ത് രസമല്ലേ കണ്ടു നിൽക്കാൻ. അപ്പുറത്തെ സൈഡിലും കുറേ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുകളിൽ ഷീറ്റ് ഇടുന്നുണ്ട്. ഫ്ലോറിൻ്റെ വർക്ക് വേറെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് പോയിട്ട് ഡ്രിപ്പിൻ്റെ കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ വീട്ടിലെത്തി നമ്മളിപ്പോൾ പറമ്പിലേക്ക് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ നന തുടങ്ങിയപ്പം തൈകൾക്കൊക്കെ ഒരു ഉന്മേഷം വന്നിട്ടുണ്ട്. പറമ്പിൻ്റെ ഒരു സൈഡിൽ ഇപ്പോൾ അതാ മരങ്ങൾ വെട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ പറമ്പിൽ നിന്ന് അവരുടെ മരം വെട്ടിയാൽ തോന്നുന്നു. അത് മുഴുവൻ തൈയിൻ്റെ മേലേക്കാണ് കൊണ്ടുപോയിട്ട്. അതിപ്പോൾ നമ്മളവിടെ ഇല്ലാത്ത കാരണം അവർ എല്ലാം കൂടി ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് പോയതാ തോന്നുന്നുണ്ട്. നമ്മുടെ കുങ്കുമത്തിൻ്റെ കൊമ്പൊക്കെ പൊട്ടിപ്പോയിട്ടോ. തൈ എങ്ങനെയും കുത്തൊടുത്ത് നേരെയാക്കി. ദൂരെയാ കാണുന്ന രേശമ്മയുടെ വീടാട്ടോ. അത് ഒരുപാട് സ്നേഹമുള്ള ഒരു അമ്മയാണ്. ഞാനിവിടെ വന്ന കാലം മുതൽ എനിക്ക് വരുമ്പോൾ ഓരോ ഭക്ഷണങ്ങൾ കൊണ്ടുവരും. നന്നായി അധ്വാനിക്കുന്ന ഒരു കർഷക സ്ത്രീയാണ് കേട്ടോ. നെല്ലുണ്ടാക്കും, റബ്ബർ ഉണ്ടാക്കും. അവരുടെയൊക്കെ മുമ്പിലൊക്കെ നമ്മളൊന്നും ഒന്നുമല്ല. റെസ്പെക്റ്റ് ആൻഡ് ലവ് ദം. നമ്മൾ ഡ്രിപ്പിന് വേണ്ടി ഇട്ട വയറുകൾ ചിലതൊക്കെ ഇങ്ങനെ പൊങ്ങി പോന്നിട്ട് തയ്യിൻ്റെ മരടുന്ന് ദൂരേക്ക് പോയിട്ട് വെള്ളം തെറിച്ച് ദൂരെ പോവാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ആ വയറിനെല്ലാം കമ്പി ഇട്ടിട്ട് കെട്ടുകയാണ് കേട്ടോ സുനിയേട്ടൻ ചെയ്യുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മുള്ളുമരം. ഇത് വലുതായി കഴിഞ്ഞാൽ നമുക്കണ്ട് അടുക്കാനേ പറ്റൂല. അത്രയ്ക്കും ആ മുള്ളു പറ്റിയാൽ നമുക്ക് വേദനയാണ്. അപ്പോൾ ഞാനത് ചെറിയ മരങ്ങൾ ഇങ്ങനെ വലുതായി വരികയാണ്. അപ്പോൾ അതെല്ലാം ഇപ്പോഴേ പിഴുതെടുത്താൽ കുറേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് പിഴുതെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ മരം കേട്ടോ. ഇത് കണ്ടോ, നിറയെ മുള്ളാണ്ടാവുക. എന്നിട്ട് അത് ഡ്രസ്സിലൊക്കെ തന്നെ കൊളുത്തി പിടിച്ചാൽ ഡ്രസ്സിൽ നിന്ന് പിറകുന്ന ഒരാൾ പിടിച്ച് വലിച്ചാലേ ഇത് കിട്ടുള്ളൂ. അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചെടിയാണത്. ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് വീണിട്ട് ആ കമ്പിൽ നിന്നാണ് അത് മുളച്ചുണ്ടാകുന്നതെല്ലാം. ഇനിയിപ്പോൾ അത് വലുതായി കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇനി കൂട്ടിയിട്ട് കത്തിക്കണം. ഇങ്ങനെ ഈ പറിച്ചെടുത്ത ചെടിയെല്ലാം ഇനി ഉണങ്ങിയിട്ട് അടുത്ത ആഴ്ച കത്തിക്കണം. ഇപ്പോൾ രാത്രിയായി, നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ മുന്നിൽ 2 വാഴയുണ്ട്. അത് അച്ഛൻ വെച്ചതാണ് കേട്ടോ. അച്ഛൻ ഇവിടെ വാഴ കുറവാണ്. ഞങ്ങൾ വന്നതിന് ശേഷം അച്ഛൻ അവിടെ വെച്ചതാണ് ആ വാഴയൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒന്ന് നനച്ചു. മുന്നിൽ കുറച്ച് ചെടികൾ വേറെ ഉണ്ട്, അതിനൊക്കെ ഒന്ന് നനച്ചു. അപ്പോൾ ഇന്നത്തെ ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇത് നമ്മുടെ ഫേവററ്റ് ആയിട്ടൊരു ചായ കേട്ടോ. ഇത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന വൈകുന്നേരം ഇത് തന്നെയാണ് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ആദ്യം ഇഞ്ചി ചതയ്ക്കും മിക്സിയുടെ ജാറിൽ. എന്നിട്ട് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് എന്നിട്ട് പിന്നെ സാധാരണ പോലെ കട്ടൻ ചായയുടെ പൊടിയിടും. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഇറക്കി വെച്ചിട്ട് അതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴി. എന്ത് ടേസ്റ്റ് അറിയോ. ക്ഷീണവും മാറും, വയറിനും നല്ലതാണ്. അത്രയും നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ. വേറൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം.